രശ്മി കാർത്തിക, ഈ വീട്ടുകാരെ സംബന്ധിച്ച് ഇവർ പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസാം സ്വദേശികളാണ്, അവർക്ക് മറ്റ് ഭാഷകൾ വശമില്ല. അവർ എന്ത് തൊഴിലുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്? കഴക്കൂട്ടത്ത് വന്നിട്ട് 3 മാസമേ ആകുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അമ്മ ഇടയ്ക്കൊക്കെ ഈ കുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് അയൽവാസികളും പറയുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ, ഈ അച്ഛനെ പറ്റി അല്ലെങ്കിൽ ഈ കുടുംബത്തെ പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ പ്രതികരിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് കുട്ടി എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അവർ അടുത്താണോ താമസം? ഈ കുടുംബത്തെ പറ്റി കൂടുതൽ വിവരം ലഭിക്കുന്നുണ്ടോ രശ്മി കാർത്തിക? ഈ സഹോദരൻ കുട്ടിയുടെ സഹോദരനാണ്. കുട്ടിയുടെ സഹോദരൻ, അതായത് ഇവർക്ക് 4 മക്കളാണുള്ളത്. അതിൽ ഏറ്റവും മൂത്ത ആളാണ് ഈ കുട്ടിയുടെ കാണാതായ 13 വയസ്സുകാരിയുടെ സഹോദരൻ. അയാൾ നേരത്തെ ഈ വീട്ടുകാരുമായി പിണങ്ങി, അതായത് അമ്മയുമായി പിണങ്ങി ഇവിടെ നിന്നും പോയതാണ്. ഇടയ്ക്ക് പണം അയച്ചു നൽകുന്ന കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ആദ്യം ചെന്നൈയിലേക്കാണ് ജോലി തേടി പോയത് എന്നുള്ളതാണ് ഈ വീട്ടുകാർ പറഞ്ഞിരുന്ന ഒരു കാര്യം. പിന്നീട് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് ബാംഗ്ലൂരുവിലാണ്. പക്ഷേ ആ സഹോദരനെ കുട്ടി ഇതുവരെയും ഫോണിൽ കൂടെയോ മറ്റൊരു തരത്തിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്നുകൂടി സഹോദരൻ പ്രതികരിക്കുകയുണ്ടായി. പക്ഷേ ആദ്യം ഈ കാര്യം ഈ കുടുംബം മറച്ചു വെക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിലൊരു മകൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തെ പറ്റി ആദ്യം ഈ കുടുംബക്കാർ പറഞ്ഞിരുന്നില്ല. ഈ മകനെ ബന്ധപ്പെടുന്ന കാര്യം, ഫോണിൽ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തേടിയപ്പോഴും അവനെ വിളിക്കേണ്ടതില്ല, അവൻ വിഷമിക്കും, അവനെ ഇപ്പോൾ വിളിക്കേണ്ട എന്നുള്ള കാര്യമാണ് അച്ഛനും അമ്മയും ഒരുമിച്ച് പറഞ്ഞത്. ഇവിടെ എത്തിയത് 3 മാസങ്ങൾക്ക് മുൻപാണ്. ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്ന അടുത്തൊരു സ്കൂളിലാണ് ജോലി ചെയ്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇവിടുത്തെ പ്രദേശവാസികളിൽ ചിലർ, അതായത് ഇവരുടെ വീടിനോട് ചേർന്നുള്ള അയൽവാസികൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നിരന്തരം വഴക്കുണ്ടാകും, ഈ കുട്ടിയെ അമ്മ ഉപദ്രവിക്കാറുണ്ട്, അങ്ങനെ ഉപദ്രവിച്ച് പലപ്പോഴായി കുട്ടി നിലവിളിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അയൽവാസി ജനം ടിവിയോട് പ്രതികരിച്ചത്. മാത്രമല്ല ഈ കുട്ടി, ഈ ആദ്യത്തെ 2 കുട്ടികൾ, അതായത് ഈ ആൺകുട്ടിയും, അതായത് ചെന്നൈയിലേക്ക് ജോലി തേടി പോയ ആൺകുട്ടിയും ഈ കാണാതായിട്ടുള്ള 13 വയസ്സുകാരിയും, ഇവർ രണ്ടുപേരും മറ്റൊരു സ്ത്രീയുടെ മക്കളാണ്. ഇത് രണ്ടാനമ്മയാണ് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമുക്കതിലൊരു വ്യക്തതയില്ല. കാരണം ഇത് അയൽവാസികൾ പറയുന്ന കാര്യമാണ്. കുടുംബം വ്യക്തമാക്കുന്നത് ഈ 4 പേരും ഇവരുടെ മക്കൾ തന്നെയാണ്. ഇവരുടെ വിവാഹം 15ാമത്തെ വയസ്സിലാണ് ഈ കുട്ടിയുടെ അമ്മ വിവാഹം കഴിച്ചത്. കഴിഞ്ഞ 20 വർഷമായി ഇവർ ഒരുമിച്ച് ജീവിക്കുന്നു. 4 മക്കളാണ് ഉള്ളത്. അവിടെ ആസാമിൽ ജീവിക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ അവിടെ നിന്നും ഇവിടേക്ക് ജോലി തേടി എത്തിയത്. മക്കൾ 2 പേരെ ഈ സ്കൂളിൽ തൊട്ടടുത്തുള്ള, അതായത് ഇവർ താമസിക്കുന്നതിന്റെ സമീപത്തുള്ള സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് ആക്കുകയും ചെയ്തിരുന്നു. ആ സ്കൂളിൽ പോയി വരികയായിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം പറഞ്ഞത്. രാവിലെ 3 പോലീസുകാർ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊക്കെ തേടിയിരുന്നു. പോലീസ് പലതരത്തിലുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാര്യം, ഇവർ ഈ ചോദ്യങ്ങളോട് കൃത്യമായി സഹകരിക്കുന്നില്ല, പല കാര്യങ്ങളും ഇവർ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നൊരു കാര്യം. മാത്രമല്ല, ഇവർക്ക് നന്നായി മലയാളം കേട്ടാൽ മനസ്സിലാകും എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷെ ഇവർ യാതൊരു തരത്തിലും മലയാളം കേൾക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിലാണ് മാധ്യമപ്രവർത്തകരോട് ഉൾപ്പെടെ പ്രതികരിക്കുന്നത്. ഇവർക്ക് കുറച്ചൊക്കെ മലയാളം സംസാരിക്കാൻ അറിയാം എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം കൂടുതൽ ആ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ നടത്തേണ്ടി വരുന്നു. ഇവരുടെ മൊഴികളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പലതും മറച്ചു പിടിക്കാനുള്ളൊരു ശ്രമം ഈ കുടുംബം നടത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. പിന്നീട് അയൽവാസികൾ 2 പേരാണ് പലതവണ ഈ ഉപദ്രവിച്ചതിനെ തുടർന്ന് കുട്ടി നിലവിളിച്ച കാര്യവും, അതോടൊപ്പം തന്നെ ഇത് രണ്ടാനമ്മയാണ് എന്നുള്ളൊരു കാര്യവും അയൽവാസികളുടെ പ്രതികരണത്തിൽ നിന്നാണ് അവർ അത്തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളതും അറിയാൻ കഴിയുന്നില്ല. മറുവശത്ത് ഈ കുടുംബം നമ്മളോട് പറയുന്നത് ഈ മക്കൾ ഇവരുടേത് തന്നെയാണ്. രാവിലെ മാധ്യമപ്രവർത്തകരോട് ഉൾപ്പെടെ ഇവർ തേടിയിരുന്നു, എന്തെങ്കിലും തരത്തിൽ വിവരം ലഭിച്ചിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ കുട്ടിയുടെ ഒരു ഫോട്ടോ കണ്ട സമയത്ത് തന്നെ അച്ഛൻ കുട്ടിയെ തിരിച്ചറിഞ്ഞു. അവൾ എത്തിയോ, വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ വീട്ടിലേക്ക് എത്തിക്കുമോ എന്നുള്ളൊരു കാര്യമൊക്കെ തുടക്കത്തിൽ ചോദിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ അവൾ വളരെ ഈ കുടുംബം വൈകാരികമായാണ് പ്രതികരിക്കുന്നത്. ഭാഷയൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഹിന്ദി ഭാഷയേക്കാൾ ഉപരി ഇവർ ആസാമി ചേർന്നൊരു ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ വീട് സന്ദർശിക്കാൻ എത്തിയിരുന്നു. വൈകുന്നേരത്തോടു കൂടി കുട്ടിയെ വീട്ടിലെത്തിക്കും, അവളെ കണ്ടെത്താനാകുമെന്നുള്ള ഒരു ഉറപ്പാണ് ഔദ്യോഗികമായി മന്ത്രി വി ശിവൻകുട്ടി നൽകിയത്. അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും കുടുംബത്തെ അറിയിച്ചു. ഇവർ ഇത്ര നാളായി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഹെൽത്ത് കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മന്ത്രി ചോദിക്കുകയുണ്ടായി.
അത്തരം നടപടികൾ സംബന്ധിച്ചും അന്വേഷിച്ചു. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. പാറശാല വരെ കുട്ടി എത്തി എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനുശേഷം എവിടെയെങ്കിലും കന്യാകുമാരിക്കും പാറശാലയ്ക്കും ഇടയിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അതെ, തീർച്ചയാണ് രശ്മി.